മോനെ, നിനക്ക് ഇന്നലെ തന്ന ആന്റിബയോട്ടിക് മരുന്നിന്റെ ബാക്കി കഴിച്ചോളൂ. ഒരു തവണയല്ലേ കഴിച്ചോളൂ, അതിന് പെട്ടെന്ന് കുറഞ്ഞോട്ടെ. വേണ്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കളിക്കാൻ പോട്ടെ. അത് പറ്റില്ല മോനെ, ഡോക്ടർ പറഞ്ഞ കോഴ്സ് തീർക്കണം. രേഷ്മേ, മോനെ ഇന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പനി മാറിയെങ്കിലും ചുമയുണ്ട്. അങ്ങനെയോ? കഴിഞ്ഞ തവണ ഇതേ മരുന്ന് ഒഴിച്ചപ്പോ പെട്ടെന്ന് മാറിയല്ലോ. എല്ലാ മരുന്നും എല്ലായ്പും കൊടുക്കാനുള്ളതല്ല. ഇത് മരുന്ന് ഡോക്ടറെ കാണിച്ച് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എന്തിനാ വെറുതെ ഡോക്ടറെ കാണാൻ പോകുന്നത്, അല്ലേ അമ്മേ? തീർച്ചയായും കൊണ്ടുപോകണം മോളെ. പല പല പനികളുള്ളതല്ലേ, കുട്ടിയെ എന്തായാലും ആശുപത്രി കൊണ്ടുപോകണം അല്ലേ അച്ഛാ? എന്ത് പറ്റി? പനിയും ജലദോഷവുമാണ് ഡോക്ടർ. മോന് വൈറസ് മൂലമുള്ളൊരു ചെറിയ പനിയും ജലദോഷമാണ്. ഇതിന് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. നല്ല വിശ്രമവും കുറച്ച് മരുന്നുകളും ഞാൻ എഴുതിത്തരാം, അത്രയും മതി. ശരി ഡോക്ടർ. കഴിഞ്ഞ തവണ പനി വന്നപ്പോൾ ഞാൻ പഴയ ആന്റിബയോട്ടിക് കൊടുത്തു, അത് ശരിയായില്ലേ? ഒരിക്കലുമല്ല, നിങ്ങൾ ചെയ്തത് തെറ്റായൊരു കാര്യമാണ്. ഇത് AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഗുരുതരമായ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നമ്മെ നയിക്കും. എന്താണ് ഈ AMR ഡോക്ടർ? നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഈ രോഗാണുക്കൾ പതിയെ ഈ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി കൈവരിക്കുകയും തന്മൂലം അതിനെ അതിജീവിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം, ഡോക്ടർ കുറിച്ചെഴുതി തരുന്ന ആന്റിബയോട്ടിക്കുകൾ മുഴുവനായി കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുക, ഇനി അഥവാ ബാക്കി വന്ന ആന്റിബയോട്ടിക്കുകൾ അലക്ഷ്യമായി പരിസരത്ത് വലിച്ചെറിയുകയോ ചെയ്യുന്നത് മൂലം ഈ AMR അഥവാ പ്രതിരോധം ഉണ്ടാവുന്നു. ഒരിക്കൽ പ്രതിരോധം ഉണ്ടായാൽ ഭാവിയിൽ ഗുരുതര രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മരുന്നുകൾക്ക് നമ്മെ രക്ഷിക്കാനായെന്ന് വരില്ല. ലോകമെമ്പാടുമുള്ള ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയാണിത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും കഴിക്കരുത്. ഡോക്ടർ നിർദ്ദേശിച്ചാൽ മരുന്നിന്റെ കോഴ്സ് പൂർണ്ണമായും പൂർത്തിയാക്കണം. പനി കുറഞ്ഞാലും മരുന്ന് നിർത്തരുത്. കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകി രോഗാണുക്കളെ അകറ്റണം. നമുക്ക് ഓരോരുത്തർക്കും AMRനെ തടയാൻ സാധിക്കും. ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗം ആരോഗ്യകരവും ശോഭനവുമായ ഭാവി. ആന്റിബയോട്ടിക്കുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. ആന്റിബയോട്ടിക് സാക്ഷര കേരളം, ആരോഗ്യ സുരക്ഷിത കേരളം.